ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കയ്യിലെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്താം. ഞാനങ്ങനെ വലിയ വായനക്കാരിയൊന്നുമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുസ്തകങ്ങൾ വായിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയത്തില്ല. എസ്പെഷ്യലി ഇപ്പം നമുക്ക് ഫോണും ഒക്കെ വന്നതോടെ നമ്മളുടെ പുസ്തകങ്ങളോടുള്ള ഇഷ്ടങ്ങളൊക്കെ കുറഞ്ഞുപോയി. ചെറിയ കാലത്ത് ലൈബ്രറിയുടെ സൗകര്യം സ്കൂളുകളിൽ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് അടുക്കി വെക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും നമ്മളെ അതിലേക്ക് അടുപ്പിച്ചിട്ടില്ല. അന്നേരം ലൈബ്രറി ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ നഴ്സിങ്ങിന് പോയപ്പോഴാണ് കണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്, പ്രോപ്പർ ഒരു ലൈബ്രറി. പിന്നീട് ഇപ്പം നമുക്ക് വലിയ പൈസക്കാരൊന്നും അല്ലെങ്കിലും അത്യാവശ്യം പുസ്തകങ്ങൾ വായിക്കാനുള്ള സാഹചര്യം കിട്ടുമ്പോൾ നാട്ടിൽ പോകുമ്പോഴൊക്കെ ഞാൻ പുസ്തകങ്ങൾ വാങ്ങിക്കാറുണ്ട്. വായിക്കാൻ ഒത്തിരി സമയമൊന്നുമില്ല, ചില സമയത്ത് നമുക്ക് ഭയങ്കര മടിയാണ്. അന്നേരം വാങ്ങാനും വായിക്കാനും എപ്പോഴും ഒന്നും പെട്ടെന്ന് തീർക്കാനും ഒന്നും പറ്റത്തില്ല കേട്ടോ. പിന്നെ ഇംഗ്ലീഷ് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല, ബട്ട് നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ബുക്കുകളും വായിച്ച് പഠിക്കണം. മലയാളം എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് പറയാനും എഴുതാനും പറ്റിയത് ഈ വായന എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ട് അപ്പം ഞാൻ ഓർക്കുക ഇംഗ്ലീഷ് ബുക്സും വായിക്കുമ്പോഴായിരിക്കും എന്ന്. പക്ഷേ കുറേയൊക്കെ തുടങ്ങി വെച്ചു. ഇതങ്ങനെ വളരെ ഇൻട്രസ്റ്റിങ്ങോടെ ഞാൻ വാങ്ങിച്ചൊരു ബുക്കാണ്. ബിക്കോസ് ഇത് സ്റ്റോറി ഇതിൻ്റെ നമ്മുടെ നാട്ടിലുള്ള ഒരു പഴയകാല ഒരു സ്റ്റോറിയാണ്. അപ്പോൾ പക്ഷേ ഇതും കുറേയൊക്കെ പഴയ കാലത്തെ കഥകളായതുകൊണ്ടാണെന്ന് അറിയത്തില്ല, എല്ലാ രീതിയിലും എനിക്കങ്ങനെ ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, വായിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാൻ. ഓക്കെ, എല്ലാവരും എന്നെ കളിയാക്കുമായിരിക്കും ഞാനിതിപ്പോഴാണോ ഈ ബുക്ക് വായിക്കുന്നതെന്ന്. പക്ഷേ ഇതിനകത്ത് ലാംഗ്വേജ് ഉണ്ടല്ലോ, മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്, പഴയ ലാംഗ്വേജാണ്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഇത്രയേ ഉള്ളൂ എൻ്റെ ബുക്കുകളുടെ ശേഖരം. താങ്ക് യു സോ മച്ച്.